നമ്മളിന്ന് വേളാങ്കണ്ണി പള്ളിയിലത്തെ കുർബാനയ്ക്കായിരിക്കും വർദ്ധിച്ചു പോകണം. നമ്മളൊരു മലയാളി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ കുർബാനയ്ക്ക് ഇറങ്ങണം. കുർബാന ആയിട്ടാണ്, അധികം സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാവില്ല, കുർബാന കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ സ്റ്റാച്ചുവിൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ആ പള്ളിയിലാട്ടോ കുർബാന ഉള്ളത് പ്രധാന. അതെ ആണ് ആ സ്റ്റാച്ചു, വലിയൊരു സ്റ്റാച്ചു. 62 അടിയാണെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ പള്ളിയിലത്തെ കുർബാന അങ്ങനെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളെങ്ങോട്ടെങ്കിലൊക്കെ പോകാൻ ഇതിലൊക്കെ പ്ലാൻ ചെയ്യണം കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ സ്ഥലത്തോട്ട് അല്ലെങ്കിൽ നേരെ ലോഡ്ജിൽ പോയിട്ട് അവിടെ ഇരിക്കും കുറേ നേരം. എന്നിട്ട് വൈകുന്നേരം 5 മണിക്കാണ് ട്രെയിൻ. 3 മണിക്ക് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യും. ഒരു മാമ്പഴത്തിൻ്റെ എന്തോ ഒരു സാധനം ഞങ്ങൾ വാങ്ങുവാണ്. ഫുഡ് കഴിച്ചു. അപ്പോൾ നമുക്ക് തണ്ട് നമ്മളിപ്പോൾ ഏതോ ഒരു മ്യൂസിയത്തിലാണ് പോണത്. മ്യൂസിയം ഓഫ് ഓഫറിങ്സ് എന്നാണ് എഴുതിയേക്കുന്നത്. അവിടെയാണ് നമ്മളിപ്പോൾ പോണത്. നിങ്ങൾക്ക് എഴുതിയത് കാണാൻ പറ്റുമെന്ന് അറിയില്ല, മാക്സിമം ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. മ്യൂസിയം ഓഫ് ഓഫറിങ്സ് ഇതാണ് ഗൈസ് ഒരു മ്യൂസിയം. എന്ത് മ്യൂസിയം എന്നറിയില്ല. ഇവിടെ എക്സ്പീരിയൻസ് മാജിക്കോ അങ്ങനെ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ പോകണം. അവിടെ എഴുതി വെച്ചേക്കണ്ട എക്സ്പീരിയൻസ് മാജിക്. സംഭവം തെറ്റിപ്പോയി. ഇവിടെ ഒരു ബുക്ക് സെൻ്ററാണ്. അപ്പോൾ ഒരു മായാജ്യമായൊരു സാധനമാണല്ലോ, അതുകൊണ്ടാണ് അവരങ്ങനെ എഴുതിയത്. ഒരു ബുക്ക് സെൻ്ററാണ് കയറിയത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഭക്തി പുസ്തകങ്ങൾ കാണാൻ പറ്റുന്നതാണ്. ഇഷ്ടം പോലെ ബുക്കുണ്ട് ഇവിടെ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ ബുക്ക് സ്റ്റാൻഡ് ഉണ്ട്, ബൈബിളുണ്ട്. കൊള്ളാലോ. ഇവിടെ വചനങ്ങൾ എഴുതിയിട്ടുള്ള ഫ്രെയിമും കാര്യങ്ങളാണ്. കണ്ടോ, വചനങ്ങളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് സെയിലിനുള്ള കേട്ടോ ബൈബിള്. അങ്ങനെ പല ഭാഷകൾ, ഇത് മലയാളം, പല ഭാഷകളിലത്തെ ബൈബിൾ അവൈലബിൾ ആണെന്ന്. ഇത് കവറിലുള്ള ബൈബിൾ. ഇതുപോലത്തെ ഇങ്ങനെ ബുക്കൊക്കെ വെക്കാനുള്ള വചനങ്ങളും പിന്നെ താക്കോലും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഇതാണ് കേട്ടോ ഇത്. അങ്ങനത്തെ ഇത് നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ്. കുറേ ഭക്തിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ബൈബിള് ഒക്കെ ഉണ്ട്. ഇവിടെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാഗെന്ന് പറഞ്ഞാൽ ബൈബിളൊക്കെ ഉള്ള ബാഗാട്ടോ. കണ്ടോ, ബൈബിളൊക്കെ ഉള്ളൊരു കവേഴ്സാണ് ഇതൊക്കെ. സ്റ്റേഷനറി ആയിട്ട് കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ള് ബുക്ക് സ്റ്റേഷനറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കളറിങ്ങോ അങ്ങനെ എന്തൊക്കെ ഉണ്ട് കഴിച്ചത്. കണ്ടോ, സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട് കഴിച്ച്. കണ്ടോ, എല്ലാം പൊട്ടണ സാധനമാണ്. ഇതൊക്കെ ഇങ്ങനെ വെള്ളം കൊണ്ട് നിറച്ചേക്കും. അങ്ങനെ ഉണ്ട്. കണ്ടോ, ജീസസ് അങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട്. സംഭവം മനസ്സിലായത്. കണ്ടോ, ഇങ്ങനെ പൊന്തി വെള്ളത്തില് പോണല്ലോ. പേനയുടെ എന്തൊക്കെ സ്റ്റാൻഡൊക്കെ ഉണ്ട്. വഞ്ചിയുടെ കുറെ സാധനം. വഞ്ചിയുടെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോണല്ലോ ഉണ്ട്. വഞ്ചിയുടെ ഇതും വാങ്ങിച്ചേക്ക് വേണം നമ്മള്. ബുക്സ് ഒക്കെ ഉണ്ട്. ഡേ ക്രിസ്മസ് സ്റ്റോറി, സമ്പത്തൊന്നെണ്ണം, അതുകൊണ്ട് കുറേ ഉണ്ട്. വേളാങ്കണ്ണി പോയിട്ടൊന്നും വാങ്ങിച്ചില്ല എന്ന് പറയണ്ട. ഇവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെൻറ്റ് തോമസ് പിന്നെ കുറേ ഉണ്ട്. ബാക്ക് ടാഗ് ഒക്കെ ഉണ്ട്. അതിൽ ഫുൾ സെറ്റപ്പാണ്. എൻ്റെ ബാക്കിലുണ്ട്. ഇവിടെ വരുമ്പോൾ ഇവിടെ ബുക്ക് വേളാങ്കണ്ണി മാതാവിൻ്റെ ഇവിടെ കുറേ ബാഗൊക്കെ ഉണ്ട്. ഒരാൾ പ്രോ ആയിട്ടൊക്കെ പിടിക്കണ്ട കേട്ടോ. ഒക്കെ എടുക്കണ്ടോ. അവൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോ. നമ്മുടെ ജീപ്രോ ഒരു ബുക്ക് വാങ്ങിച്ചോട്ടോ. 80 റുപ്പീസാണ് തരിക. നമ്മുടെ ജീപ്രോ തന്നെ വാങ്ങിച്ചതാ. വായിച്ച് പഠിച്ചോ. ഇവിടെ നല്ല വിലയുള്ള ബൈബിളിൻ്റെ സ്റ്റോറീസൊക്കെ ഉണ്ട് കേട്ടോ. എത്ര രൂപ? 830 രൂപ. ഈ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ അവിടെ ബില്ലിങ്ങിൻ്റെ സ്ഥലങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ ഫുള്ള് ബുക്സാണ്. തമിഴിലും എല്ലാ ഭാഷയിലുള്ള ബുക്സാണ്. ഇംഗ്ലീഷ് കാര്യങ്ങൾ ഇവിടെ ഫുള്ള് തമിഴാന്ന് തോന്നുന്നു. പിന്നെ അവിടെ സ്റ്റിക്കേഴ്സും കാർഡ്സൊക്കെ ഉണ്ട്. യോഗ സംഭവങ്ങൾ അതിനുള്ള ബുക്കും ഫുള്ള് ബുക്കാണ്. അപ്പോൾ ഇവിടെ ഒരു വാക്യമൊക്കെ എഴുതിയിട്ടുണ്ട്. വെൻ യു റൺ അലോൺ ഇറ്റ്സ് കോൾഡ് റേസ്.
വെൻ വി റൺ വിത്ത് ഗോഡ് ഇറ്റ്സ് ഗോൾഡ് ഗ്രേസ്. നല്ല വാക്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വന്നേക്കാണ്. ഒരു പള്ളിയിലത്തെ ഭക്ഷണമാണ് കഴിക്കുന്നത്. ഫ്രീ ആയിട്ട് ഇവിടെ അപ്പം അവർ തരുന്നുണ്ട്. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് കാണാം. ഇത്രയും വലിയൊരു ഹാളാട്ടോ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫുഡായിരുന്നു. ഈ ലോഡ്ജിലോട്ടായിരിക്കും മിക്കവാറും പോകണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങോട്ടോ ലോഡ്ജായിരിക്കും മിക്കവാറും. ഇവിടെയാണ് നമ്മൾ വന്നത്. ഈ പള്ളിയുടെ അടുത്താണ് അവിടെ ലോഡ്ജിലോട്ട് നടന്നു പോവാണ്. തൊട്ടടുത്താട്ടോ ലോഡ്ജ്, ജസ്റ്റ് നടന്നാൽ മതി. ഇപ്പോൾ മുന്നോണിയുണ്ട്. നമ്മളിപ്പോൾ സ്റ്റേഷനിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ നിന്ന് ചെക്കൗട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോവുകയാണ്. ഗുഡ് ബൈ വേളാങ്കണ്ണി പാർട്ട് 1 തിരിച്ചു പോകുന്നത് ഇന്നും നാളത്തെ കൂടി ചേർത്തിട്ടായിരിക്കും ഈ വീഡിയോ. അത് ഇവിടെയായിരുന്നു ഗൈസ്, KL റെസിഡൻസി. നമ്മുടെ ജീപ്രോ കാര്യമായി എന്തോ ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മളങ്ങനെ ചെക്കൗട്ട് ചെയ്തു ഗൈസ്. നമ്മൾ ഇവിടെ നിന്നൊരു വണ്ടി എടുത്തുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോകുന്നത്. ഒരു വാൻ നമ്മൾ വന്നത് ആ വാൻ തന്നെയായിരിക്കും പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഈ വണ്ടിയിലായിരിക്കും നമ്മൾ പോകുന്നത്. ഈ വണ്ടി ഷെവർലയുടെ വണ്ടി ചെറുതായിട്ടൊന്ന് മാറിപ്പോയായിരുന്നു. അടുത്ത് വേറൊരു വണ്ടി ഉണ്ട്, അതിലാണ് പോകുന്നത്. ഞങ്ങൾ വണ്ടിക്കായി വെയിറ്റ് ചെയ്യുകയാണ് വരാൻ. നമ്മൾ നടക്കണ്ട വണ്ടിയൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളിപ്പോ നടന്നത് സ്റ്റേഷനിൽ പോകും. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ റെസിഡൻസിയിലാണ് നമ്മളെ പറ്റിച്ച്. ഇവിടെ നിന്ന് നമുക്ക് 500 രൂപ എടുത്തിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല വാനിൽ. അവിടുത്തെ ഒരു പുള്ളി 500 രൂപ എടുത്തിട്ടാണ് ഒരു വാനിൽ ഞങ്ങൾ കയറ്റിയിട്ട് രാവിലെ പോയത്. 10 മിനിറ്റ് നടന്നാൽ മതിയായിരുന്നു നമ്മുടെ റെസിഡൻസിയിലോട്ട്. പുള്ളി 500 രൂപ എടുത്ത് നമ്മളെ നടത്തിച്ചു കഴിച്ചു. അല്ല നടത്തിച്ചല്ല, വാനും കൊണ്ട് നമ്മുടെ ട്രെയിൻ ഒരു 4 മണിയാകുമ്പോൾ വണ്ടി എടുക്കും. നമ്മളിപ്പോൾ ട്രെയിനിൽ കയറി. നമ്മുടെ ട്രെയിനിൽ 4 മണിയാകുമ്പോൾ എടുക്കുള്ളൂ. അപ്പോൾ തിരിച്ചു ചെന്നിട്ട് മതി. 4:40 വണ്ടി എടുക്കണം. ഇപ്പം ആകെ 3:35 ആയിട്ടുള്ളൂ. 1 മണിക്കൂറിനധികം ഉണ്ട്. വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു കണക്ഷൻ ട്രെയിനിലൂടെയാണ് പോകുന്നത്. നമ്മളിവിടുന്ന് തഞ്ചാവൂറോ കരൂറോ അങ്ങനത്തെ ഒരു സ്ഥലത്തെത്തും. എന്നിട്ട് അവിടെ നിന്നായിരിക്കും നമ്മൾ പോകുന്നത്. ഒരു കണക്ഷൻ വണ്ടി എടുത്തു കറക്റ്റ് സമയം. നല്ല സ്ഥലങ്ങളൊന്നുമില്ല, ഗ്രാമപ്രദേശങ്ങളാണ്. നമ്മളിപ്പോൾ അങ്കമാലി എത്തിയിരിക്കുകയാണ് ഗൈസ്. ഫൈനലി കേരളം. ബൈ ബൈ വേളാങ്കണ്ണി. സോ ഞാൻ ഇങ്ങോട്ട് വന്നത് അധികം കാണിച്ചില്ല. സത്യം പറഞ്ഞാൽ മടിയായിരുന്നു. ഈ ട്രെയിനിലൂടെയാണ് നമ്മൾ വന്നത്. എന്നിട്ട് അങ്കമാലി നമ്മളിപ്പോൾ എത്തി. അപ്പോൾ നമ്മൾ കാറിൽ കയറി. ഫോണായിരിക്കും ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഒരു പുതുശ്ശേരി ടീ ഷോപ്പ് കരയാൻ പറമ്പിലാണ് നടത്തിയേക്കണം. അപ്പോൾ അവിടെ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാം. ഇതാണ് ഗീസ് ചായ, കാപ്പി. ചായയൊക്കെ കുടിച്ച് കഴിച്ചു. ഈ കടയിൽ നിന്നാണ് കുടിച്ചത്. നേരെ വീട്ടിലോട്ട് ഗൈസ്. അങ്ങനെ വീടെത്തി ഗൈസ്. സക്സസ്. അപ്പോൾ ഈ ട്രിപ്പ് അടിപൊളിയാക്കി. അപ്പോൾ ദൈവത്തിനൊക്കെ നന്ദിയുണ്ട് ഗൈസ്. കാരണം നമുക്കൊന്നും പറ്റിയില്ല. അതൊക്കെ നമുക്ക് അടുത്തിട്ട് കാണാം. എല്ലാവർക്കും ബൈ.